വചനമൊഴി ഫെബ്രുവരി 3. വചനഭാഗം ശ്ലീഹന്മാരുടെ നടപടി 5:12-20. മത്തായിയുടെ സുവിശേഷം 12:9-14. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് സാബത്തിനെ കുറിച്ച് പുതിയ ഒരു ദർശനം നൽകുന്ന ഈശോയെയാണ്. യഹൂദന്മാർ വളരെ നിഷ്ഠയോടെ അനുഷ്ഠിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു സാബത്ത്. യാതൊരു വിധത്തിലുള്ള ജോലിയും അന്ന് അവർ ചെയ്തിരുന്നില്ല. ഈശോ സാബത്തിൽ ഒരു സിനഗോഗിലായിരിക്കുന്നു. സിനഗോഗിൽ കൈ ശോഷിച്ച ഒരു മനുഷ്യനുമുണ്ട്. സിനഗോഗിലുള്ളവരെല്ലാം ഈശോയെയും ആ മനുഷ്യനെയും നോക്കുന്നുണ്ട്. അവർ നോക്കുന്നത് ഈശോ എന്തു ചെയ്യും. പ്രത്യേകിച്ച് ഫരീസേയരും നിയമജ്ഞരും അവനിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈശോ കൈ ശോഷിച്ച മനുഷ്യന് സൗഖ്യം നൽകുമോ ഇല്ലയോ എന്നതാണ് അവർ നോക്കുന്നത്. ചുറ്റുമുള്ളവർ ഈശോയോട് ചോദിക്കുകയാണ്, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ? ഈശോ അവരോട് പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്കൊരാട് ഉണ്ടായിരിക്കെ അത് കിണറ്റിൽ വീണാൽ അതിനെ വലിച്ചു കയറ്റുകയില്ലേ? അതിന്റെ ജീവൻ രക്ഷിക്കുകയില്ലേ? ആടിനേക്കാൾ എത്രയോ വലുതാണ് മനുഷ്യൻ. അതുകൊണ്ട് സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. സാബത്ത് നന്മ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നന്മ തന്നെയായ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതാണ് നന്മ പ്രവർത്തികളും. സാബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടി ആയിരിക്കുക എന്നതാണ്. ഇപ്പോൾ സാബത്താചരണത്തിന്റെ ഒരു ഭാഗമാണ് നന്മ പ്രവർത്തികൾ, പരസ്നേഹ പ്രവർത്തികൾ എന്നുള്ള ദർശനം ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നൽകുകയാണ്. ഇന്നത്തെ ലേഖന ഭാഗം ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. ശ്ലീഹന്മാരിലൂടെ അനേകം പേർക്ക് സൗഖ്യം നൽകി രോഗശാന്തി നൽകുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ലേഖനം പറയുന്നത്. വിശ്വാസികളുടെ ഇടയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാക്കുകയാണ്. ആ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവമാണ് അവരെ ചേർത്ത് നിർത്തുന്നത്, കൂട്ടായ്മയിലേക്ക് നിർത്തുന്നത്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ഇന്നും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ സാധിക്കും. കർത്താവിന്റെ ദിവസം വിശുദ്ധമായി ആചരിക്കുന്നതോടൊപ്പം നന്മ പ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള ഒരവസരമായി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. രോഗികളും ബലഹീനരും ആയിട്ടുള്ളവരെ സന്ദർശിക്കുന്നതിനും അവർക്ക് കർത്താവിന്റെ കരസ്പർശം നമ്മുടെ സാന്നിധ്യത്തിലൂടെ, നമ്മുടെ നന്മ പ്രവൃത്തികളിലൂടെ അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യാം. നമ്മുടെ സാന്നിധ്യം കർത്താവിനെ അനുഭവിക്കുന്നതിനുള്ള അവസരമാക്കി മാറ്റാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.